السلام عليكم ورحمة الله تعالى وبركاته. وعليكم السلام. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. يا نفسي لا تقنطي من زلة أو مات إن الكبائر في الغفران كاليمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, നാട്ടുകാരെ, കൂട്ടുകാരെ, പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമദാനിന്റെ മഗ്ഫിറത്തിന്റെ പത്തിലാണ് നാം നിലകൊള്ളുന്നത്. അല്ലാഹു നമ്മുടെ എല്ലാ ദോഷങ്ങളെയും മാഫ് ചെയ്തു തരട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ ഇബാദിയ അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. സ്വന്തമായി തമ്മിൽ തെറ്റ് ചെയ്ത എന്റെ അടിമകളെ, അല്ലാഹുവിന്റെ കരുണയിൽ നിന്നും നിരാശരാകരുത്. നിശ്ചയമായി അല്ലാഹു നമ്മുടെ എല്ലാ പാപങ്ങളെയും മാപ്പാക്കുന്നവനാണ്. ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് എത്ര വലിയ പാപം ചെയ്താലും അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് തുറന്നിരിക്കുന്നു. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. വിശ്വാസത്തോടെ പ്രതിഫലം പ്രതീക്ഷിച്ചു റമദാൻ നോമ്പ് നിർത്തുന്ന ആളുടെ മുമ്പിലുള്ള എല്ലാ പാപങ്ങളെയും മാപ്പാക്കപ്പെടുന്നു. മഗ്ഫിറത്തിന്റെ പത്തിന്റെ മഹത്വം. ഈ 10 ദിവസങ്ങളിൽ അല്ലാഹു നമ്മുടെ പാപങ്ങളെല്ലാം മാപ്പാക്കപ്പെടുന്നു, തൗബ സ്വീകരിക്കുന്നു, നരകത്തിൽ നിന്ന് രക്ഷ നേടാൻ അവസരം നൽകുന്നു. അതിനാൽ ഈ ദിവസങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ചെയ്യേണ്ട കാര്യങ്ങൾ: അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നിരന്തരമായി പറയുക, സത്യസന്ധമായി അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുക, ഖുർആൻ ഓതുക, നമസ്കാരം വർദ്ധിപ്പിക്കുക, ദുആ ചെയ്യുക. പ്രത്യേക ദുആ: അല്ലാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ ക്ഷമിക്കുന്നവനാണ്, ക്ഷമയെ സ്നേഹിക്കുന്നവനാണ്, എന്നെ നീ ക്ഷമിക്കണമേ. പ്രിയ സഹോദരങ്ങളെ, ഈ മഗ്ഫിറത്തിന്റെ 10 ദിവസങ്ങളിൽ നമ്മൾ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടാനുള്ള ഒരു അവസരമാണ്. ഈ അവസരം നഷ്ടപ്പെട്ടാൽ അത് വലിയ നഷ്ടമാണ്. അല്ലാഹു നമ്മളെ ഈ റമദാനിൽ മുഴുവൻ പാപങ്ങളിൽ നിന്നും മാപ്പ് ലഭിക്കുന്നവരിൽ നമ്മളെയും ചേർക്കട്ടെ. നമ്മുടെ നോമ്പും നമസ്കാരം അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം.